അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരം കിട്ടിയതിന് സ്മൃതീശൻ്റെ കൂറ് നിങ്ങൾക്ക് കാണണ്ടേ? സ്വന്തം ചാനലിലെ മാധ്യമപ്രവർത്തകനായ റോഷിപാലിനെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും തെറി അഭിഷേകം നടത്തുകയും ചെയ്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത മുക്കിയതിന് ശേഷം പിന്നീട് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയിൽ ഈ വിഷയം ഡിവൈഎഫ്ഐ നേതാവായ എസ്.കെ. സജീഷ് കോൺഗ്രസിൻ്റെ ഗാന്ധിസത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും സംസാരിക്കാൻ സമയമില്ലത്രേ. ആർക്ക്? സ്മൃതീശന്. അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരം കഷത്ത് വെച്ചിട്ട് അതൊക്കെ സംസാരിക്കാൻ സമയം കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിനുവേണ്ടിയാണല്ലോ പുരസ്കാരത്തിൻ്റെ മറവിൽ ചില കൈമടക്കുകൾ കൊടുക്കുന്നത്. അത് വാങ്ങി വെച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യം ഓർമ്മയില്ലേ? സഹപ്രവർത്തകനെ കോൺഗ്രസ്സുകാർ കയ്യേറ്റം ചെയ്ത ദൃശ്യം. അത് ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിലെ വാചകം കേട്ടെ. ഒരു കാര്യം, LDFിൻ്റെ നിലപാട് UDFിൻ്റെ നിലപാടും LDFിൻ്റെ നിലപാടില്ലായ്മയും ഒക്കെ ജനങ്ങൾ കാണുമെന്നൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധിയോടെ പറയുകയാണ്. നല്ലവണ്ണം കണ്ടിട്ടുണ്ട്. കിട്ടിയില്ലയോ വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനിയും എന്ന് പറഞ്ഞ പോലെ ഇന്ന് റിപ്പോർട്ടർ TVക്കാർക്ക് തന്നെ ഈ നിലപാടിന്റെ ഭാഗമായി നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. അതാണ് വിറലി പൂണ്ട് നിൽക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ് എന്ന് കാണാൻ ദേശീയതലത്തിലെ പോരാട്ടം പറഞ്ഞു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ഒരുപാട് വിസ്തീരിക്കാൻ സമയമില്ല. താങ്കൾ പറയൂ, ഇവിടുത്തെ പോരാട്ടം എന്ന് പറയൂ. കേരളത്തിലെ പറയുന്നതിന്റെ ഇടയിൽ താങ്കൾ ഇടപെട്ടാൽ എങ്ങനെ? തീർച്ചയായും പറയും. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുകയും അതിന് ഞാൻ പറയുകയും ചെയ്യും. താങ്കൾ ഇടപെട്ട സമയം കൊല്ലാതിരുന്നാൽ മതി. താങ്കൾ ഒന്ന് ക്ഷമിക്കൂ. ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം താങ്കളുടെ സമയം കഴിയുകയാണ്. ഓക്കെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അടുത്ത വർഷത്തെ അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരം ഉറപ്പിച്ച് കഴിഞ്ഞു. പക്ഷെ എന്തൊരു ഇടപെടലാണ്! എസ്.കെ. സജീഷ് പറഞ്ഞു വന്ന കാര്യം വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ആ മറുപടിയെ വിദഗ്ധമായി ഇടപെട്ട് അത് പറയാൻ അനുവദിക്കാതെ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് വേണ്ടി ബിന്ദു കൃഷ്ണ നടത്തുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ചില പുരസ്കാരങ്ങളുടെ ഗുണം. ഇത് കാണുമ്പോൾ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം വ്യാജത്തരങ്ങൾക്കെതിരെ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിലെ റോഷിപാൽ എന്ന മാധ്യമപ്രവർത്തകനെ ഇവർ സംഘടിതമായി ആക്രമിച്ച സംഭവമുണ്ടായി. ചിലരെങ്കിലും കണ്ടിട്ടില്ല, അതുകൂടി കണ്ടേ. രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ജ്യോതികുമാർ ചാമക്കല. അത് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ റോഷിപാലിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം നമുക്കറിയാം. ആ രീതിയിൽ ചില അസഭ്യ വാക്കുകൾ റോഷിപാലിനെതിരെ പ്രവർത്തകർ നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് നമ്മുടെ VS രഞ്ജിത്ത് അടക്കമുള്ള നമ്മുടെ ടീം ലീഡ് ചെയ്യുന്ന VS രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ചെത്തുകയും വലിയ ഭീഷണി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന നീല വനിയനിട്ടയാളാണ് റോഷിപാലിനെതിരെ അസഭ്യം പറയുകയും ചെയ്തത്. അല്പം മുമ്പ് വളരെ പെട്ടെന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയും കൂടിച്ചേരുകയും ചെയ്തു. ആ സമയത്ത് അവിടെ എത്തിയ ജ്യോതികുമാർ ചാമക്കല ഡ്യൂട്ടിയല്ലേ ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ? ഇങ്ങനെ കൈകാര്യം ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുമാകാമെന്നാണോ സായികുമാർ? തീർച്ചയായും തീർത്തും മോശം സമീപനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ മാധ്യമ പ്രവർത്തനമാണ്, നമ്മുടെ ജോലിയാണ് വാർത്തകൾ ശേഖരിക്കുക, അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത്. പക്ഷേ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ്, നിരന്തരം റോഷിപാലിനെ അവഹേളിക്കുന്ന തരത്തിൽ കയ്യേറ്റം ചെയ്യണം എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അവർ അവിടെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പരസ്യമായി തന്നെ ഇപ്പോൾ നടന്നു പോകുന്നയാൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മാധ്യമപ്രവർത്തകനെ സംഘടിച്ചെത്തി ചീത്ത പറയാൻ അയാൾക്ക് ആരാണ് അവകാശം കൊടുത്തത്? തീർച്ചയായും അത് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട ചോദ്യം. അവിടുത്തെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. നിരവധി നേതാക്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നിലമ്പൂരിലെ അടക്കം പ്രാദേശിക കണ്ടില്ലേ? ലോകത്തെവിടെയെങ്കിലും സഹപ്രവർത്തകർക്ക് ഇതുപോലത്തെ ദുരവസ്ഥയുണ്ടായാൽ അവർക്ക് ഐക്യദാർഢ്യപ്പെടാതിരിക്കാൻ കഴിയുമോ? കഴിയുമെന്നേ. അതാണ് അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരത്തിൻ്റെ ഒരു ശക്തിയും ഒരു തീവ്രതയും. ആ തീവ്രത നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അങ്ങ് നിലമ്പൂരിൽ നടക്കുമ്പോഴും ചില ക്യാമറകൾക്ക് മുന്നിൽ പോലും എന്ത് ഗാന്ധിസത്തിൻ്റെ പേരിലുള്ള തോന്നിവാസത്തെ പോലും മറയ്ക്കാനും ഒളിച്ചു പിടിക്കാനും അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ജാഗ്രതകൾ കാട്ടുന്ന ചില പുരസ്കാര ജേതാക്കളുണ്ട് എന്നതിൻ്റെ തെളിവാണ് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഈ വിദഗ്ധമായിട്ടുള്ള വെപ്രാളവും വേവലാതിയും സമയമില്ലായ്മയും. സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കാര്യം ഈ നാട്ടിൽ അവരോ പറയുന്നില്ല, മറ്റുള്ളവരെങ്കിലും ഐക്യദാർഢ്യപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് ആവശ്യമില്ല എന്ന തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടറുടെ അവസ്ഥയൊന്ന് ആലോചിക്കണേ.
ഇതിപ്പോൾ ഏതെങ്കിലും CPM പ്രവർത്തകരാണ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം SK സജീഷിൻ്റെ സ്ഥാനത്തിരുന്നെങ്കിൽ ചില ഉറഞ്ഞു തുള്ളലുകൾ അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാര ജേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായേനെ. പക്ഷെ ഉണ്ടാകാത്തതിൻ്റെ ഒരു കാരണം ആ പുരസ്കാരത്തിൻ്റെ ഒരു എഫക്റ്റാണെന്ന് ആരും പറയല്ലേ.